നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം, പേര്, ജനനസമയം, ജനനതീയതി, വർഷം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. 9 നക്ഷത്രക്കാര് ഭദ്രകാളിയെ ഭജിച്ചു കഴിഞ്ഞാൽ അവർക്ക് വൻ നേട്ടവും സാമ്പത്തിക നേട്ടവും ജീവിതത്തിൽ അത്യുന്നതങ്ങളിൽ എത്താൻ കഴിയുന്നതുമാണ്. പരദേവതയായിട്ട് ഏറ്റവും കൂടുതൽ ആരാധിച്ചു പോരുന്ന ഒരു ദേവി സങ്കല്പമാണ് ഭദ്രകാളിയുടേത്. ശ്രീ പാർവതിയുടെ രൂപമായിട്ടുള്ള ഭദ്രകാളിയെ ശിവപ്രിയയായിട്ടാണ് കരുതി ആരാധിക്കുന്നത്. ശ്രീ ഭദ്രകാളിയുടെ ജനനം എന്ന് പറയുന്നത് ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ധാരകൻ ഭൂമിയും ആകാശവും പാതാളവും എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നു. വിഷ്ണുവിനും ശിവനും ബ്രഹ്മാവിനും ഇന്ദ്രനും യമനും ഈ ധാരകനെ കീഴടക്കാനായില്ല. അവസാനം 3 ലോകങ്ങളും കീഴടക്കി സകലരെയും ഉപദ്രവിക്കുന്ന ദാരികനെ നിഗ്രഹിക്കുവാനായിട്ട് ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അവതരിച്ച ദേവിയാണ് ശ്രീ ഭദ്രകാളി. ശ്രീ പരമേശ്വരൻ അണ്ടകടാഹത്തെ കിടുക്കിക്കൊണ്ട് ഭീകരവും രൗദ്രവുമായിട്ടുള്ള ഒരു ഭാവമായിട്ടാണ് ഭദ്രകാളിയെ സൃഷ്ടിച്ചത്. ശിവന്റെ പുത്രിയായിട്ടുള്ള കാളീദേവി അനായാസം ദാരികനെ നിഗ്രഹിക്കുകയാണ് ഉണ്ടായത്. കാളിമാതാവിനെ 10 രൂപങ്ങളിലാണ് നമ്മൾ ആരാധിക്കുന്നത്. എല്ലാ ദുരിതങ്ങളും അകറ്റി സർവമംഗളങ്ങളും സുഖങ്ങളും നൽകുന്ന സർവേശ്വരിയാണ് കാളിമാതാവ്. മഹാമാരികളും ശത്രുദോഷവും ബാധാദോഷവും ഒക്കെ അകറ്റുന്ന മൂർത്തിയാണ് കാളീദേവി. ആശ്രയിക്കുന്നവരെ ആരെയും ഉപേക്ഷിക്കുകയില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദേവിയാണ് കാളീദേവി. രോഗക്ലേശങ്ങൾ വേട്ടയാടുന്ന സമയത്ത് ആരാധിക്കാൻ പറ്റിയ അത്യുഗ്രമായിട്ടുള്ള ഒരു മൂർത്തിയാണ് ശ്രീഭദ്ര. ചൊവ്വാദോഷം അനുഭവിക്കുന്നവർക്കും കാളീദേവിയെ പൂജിക്കാവുന്നതാണ്. കൂടാതെ ശനിദോഷം അനുഭവിക്കുന്നവരും ഭദ്രകാളിയെ ഭജിച്ചാൽ ദുരിതങ്ങൾ അകന്ന് ഭാഗ്യ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഭദ്രകാളി ഭജനത്തിനും ഭദ്രകാളി ക്ഷേത്ര ദർശനത്തിനും ഏറ്റവും നല്ല ദിവസം ചൊവ്വാഴ്ചയാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭദ്രകാളി ദേവിയോട് എന്തും അപേക്ഷിക്കാം, ഒന്നും ആജ്ഞാപിക്കാൻ പാടില്ല. ഭദ്രകാളിയുടെ ആരാധകർ എല്ലാവരോടും ആദരവോടെ പെരുമാറണം എന്നുള്ളതാണ്. മനഃശുദ്ധിയും ശരീരശുദ്ധിയും വളരെ ആവശ്യമുള്ള ഭക്തരാണ് ഭദ്രകാളിയുടെ ഭക്തര്. കാളിമാതാവില് അകമഴിഞ്ഞ വിശ്വാസം നിർബന്ധമാണ്. ഇനി പറയുന്ന 9 നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യവും തൊഴിൽ ഭാഗ്യവും ധനവർദ്ധനവും രോഗക്ലേശനാശവും എല്ലാം നൽകുന്ന മൂർത്തിയാണ് ഭദ്രകാളി ദേവി. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന 9 നക്ഷത്രക്കാര് തീർച്ചയായിട്ടും കാളിദേവിയെ ഭജിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാര് അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, ചിത്തിര, അവിട്ടം, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുമാണ്. ഇത്രയും ആളുകൾ കാളിദേവിയുടെ മൂലമന്ത്രം ജപിച്ച് കാളിദേവിയെ ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റവും സൗഭാഗ്യവും എല്ലാം ഉണ്ടാവുന്നതാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം പോലും ഇവരിൽ പതിയില്ല എന്നുള്ളതാണ്. കാളിദേവി ഭക്തരെ ചേർത്ത് പിടിക്കുന്ന വാത്സല്യനിധിയായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ഈ 9 നക്ഷത്രക്കാർ കാളീദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ വിജയമുണ്ടാവുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.